കൊച്ചിയിൽ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്ന നിമിഷ തമ്പിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ ശിക്ഷ വിധിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പറവൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ചത്. കേസിലെ പ്രതിയായ മുർഷിദാബാദ് സ്വദേശി ബിജു മല്ല കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ഈ നിമിഷയുടെ കൊലപാതകം വളരെ പ്രമാദമായിരുന്നു. മോഷണശ്രമം തടയുന്നതിനിടെ കഴുത്തറത്ത് കൊലപ്പെടുക, പ്രതിയെ ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി നാളെയാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ വകുപ്പുകളും, പ്രതിക്കെതിരെ ചുമത്തിയ എല്ലാ വകുപ്പുകളും തെളിഞ്ഞിരുന്നോ? സുഹേലെ, പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന വകുപ്പുകളെല്ലാം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിരുന്നു. ഇന്ന് ശിക്ഷ വിധിക്കുന്ന മുമ്പ് പ്രതിഭാഗത്തിന് അവസാന വാദം നടത്താനുള്ള അവസരമാണ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. എല്ലാ കുറ്റങ്ങളും പ്രതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. നാളെ കോടതിയിൽ പ്രതിയെ നേരിട്ട് ഹാജരാക്കും. അതിനുശേഷമാകും ശിക്ഷ വിധിക്കുക. പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. നിമിഷയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് നിമിഷയുടെ പ്രായമുള്ള ബന്ധുക്കളെ, അതായത് നിമിഷയുടെ വല്യച്ഛനെയും വല്യമ്മച്ചിയെയും ഉപദ്രവിക്കുകയും അവർക്ക് മുറിവുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിമിഷയുടെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിലാണ് പ്രതി ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് 2 കേസുകളിലും പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിലും നിലവിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, ശരി. ശ്യാംകുമാറാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. ശിക്ഷാവിധി നാളെ വരും.